യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിരുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 6 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗമാണ്. 2025 സമാപന ദിനത്തിൽ ഡിസംബർ 31 നമ്മുടെ ആത്മവിചിന്തനത്തിനായിട്ട് ഈശോ നൽകുക. മനോഹരമായൊരു കഥയാണ് ഈശോ പറഞ്ഞു വെക്കുക. ഒരു അത്തിവൃക്ഷത്തിൻ്റെ കഥ. ആ വൃക്ഷം ഫലം ചൂടുന്നത് കൊതിയോടെ കാത്തിരുന്ന ഒരു യജമാനൻ കൃഷിക്കാരെ ഉപയോഗിച്ച് അതിൻ്റെ ചുവട്ടിലെ വളവും ആവശ്യമായതെല്ലാം കൊടുത്ത് കാലാകാലങ്ങളിൽ ഒരുക്കി വളർത്തി മുന്നോട്ട് പോയിട്ടും വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് വിഫലമാവുക. ആ മരത്തിൽ ഫലങ്ങളുണ്ടാകുന്നില്ല. കാര്യങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു യജമാനൻ കൃഷിക്കാരനോട് പറഞ്ഞു, നിലം പാഴാക്കേണ്ട കാര്യമില്ല, അതങ്ങ് വെട്ടിക്കളഞ്ഞേര്. പകരം ഒരു വാഴ വെച്ചാൽ മതിയല്ലോ, കൊലവെട്ടിയെടുക്കാം. ഒരു പ്രയോജനമില്ലാതെ ഒരു അത്തിമരം പറമ്പിലിങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? വെട്ടാൻ ആഹ്വാനം ലഭിച്ചപ്പോൾ കൃഷിക്കാരൻ്റെ ബുദ്ധിയിൽ മാനുഷിക പരിഗണനയുടെ ഒരു ഭാവമെന്ന വണ്ണം അവൻ യജമാനോട് പറഞ്ഞു, പ്രഭു, ഒരു വർഷം കൂടി അതോടെ നിർത്തിക്കട്ടെ. ഞാൻ എൻ്റെ ചുവട് കിളച്ച് വളമിടാം. ഇന്നലകളിൽ കൊടുത്തതിനേക്കാൾ അല്പം കൂടെ കരുതലും സ്നേഹവും വാത്സല്യവും കൊണ്ട് ഞാൻ അതിനെ നിറയ്ക്കാം. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. യജമാനൻ കൃഷിക്കാരൻ്റെ വാക്കിന് വില കൊടുത്ത്, എന്നാൽ പിന്നെ അടുത്ത വർഷം നമുക്കത് വെട്ടാം, ഫലം നൽകിയില്ലെങ്കിൽ എന്ന സൂചനയുമായിട്ട് ഈശോ പറഞ്ഞ കഥ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം നീട്ടിത്തരുന്ന ഒരു ബോണസ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതുപോലെ ഒരു വചനഭാഗം വായിച്ച് കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളൊക്കെ തുടങ്ങി വെച്ചവരാണ് നമ്മൾ. പക്ഷേ എവിടെയൊക്കെയോ പാളിച്ചകൾ, വീഴ്ചകൾ, നല്ല ഫലം ചൂടുന്നവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. അനുഗ്രഹത്തിൻ്റെ മക്കളായിട്ട് തീരാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ചുള്ള ഒരു ഫലം, നന്മ, പുണ്യം അത് പുറത്തേക്ക് വരാതിരിക്കുകയാണ്. ഇവിടെയാണ് അല്പം കൂടെ ശ്രദ്ധയോടെ ദൈവദൂതന്മാരുടെ, സ്വർഗീയ വൃന്ദങ്ങളുടെ, മാലാഖമാരുടെ, വിശുദ്ധരുടെയൊക്കെ അഭിഷേകവും കൃപയും ഒക്കെ നിറച്ചു വെച്ച് ഒരു വർഷം കൂടെ നമുക്ക് നീട്ടിത്തരിക. പാപത്തിൻ്റെയും ജഡികതയുടെയും കമ്പുകളെല്ലാം വെട്ടിക്കളഞ്ഞ് നിലമൊരുക്കി, മരമൊരുക്കി ഒരു നല്ല റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. 2025 വിടവാങ്ങി 2026 ആഗതമാകുമ്പോൾ നമുക്കും ഇന്നലകളിലെ കുറവുകൾ കണ്ടെത്തി, ബലഹീനതകളും കുറവുകളും കണ്ടെത്തി അത് തിരുത്താനുള്ള തീക്ഷ്ണമായ ആത്മാർത്ഥമായ ഒരു പരിശ്രമം നമുക്കുണ്ടാകണം. ജീവിതത്തിലെ ദൈവോന്മുഖമായി ജീവിച്ചുകൊണ്ട് ദൈവസ്വീകാര്യതയുടെ മക്കളായിട്ട് തീരാൻ പുത്തനാണ്ടിന് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. പുതുവർഷത്തെ സാഘോഷം ഇന്നലകളിലെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അല്പം കൂടെ വ്യത്യസ്തമായി, കുറച്ചുകൂടെ കരുതലോടെ, കുറച്ചുകൂടെ ആവേശത്തോടെ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ദൂരത്തിൽ, കൂടുതൽ ആഴത്തിൽ അങ്ങനെ ഫലം നൽകുന്നവരാകാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.